തൃശൂർ കാഞ്ഞാണിയിൽ ജപ്തി ഭീഷണിയെ തുടർന്ന് യുവാവ് ജീവനൊടുക്കി. കാഞ്ഞാണി സ്വദേശി 26 വയസ്സുള്ള വിഷ്ണുവാണ് ആത്മഹത്യ ചെയ്തത്. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ബാങ്ക് ജപ്തി നടപടിയിലേക്ക് കടക്കാനിരിക്കെയാണ് യുവാവ് ആത്മഹത്യ ചെയ്തത്. സ്വകാര്യ ബാങ്കിൽ നിന്ന് 12 വർഷം മുൻപാണ് കുടുംബം വീട് വെക്കാനായി 8 ലക്ഷം രൂപ വായ്പയെടുത്തത്. ഇതുവരെ 8,74,000 രൂപ തിരിച്ചടച്ചിരുന്നു. ഇതിനിടയിൽ ഇടയ്ക്ക് തിരിച്ചടവ് മുടങ്ങിയതോടെ 6 ലക്ഷം രൂപ കുടിശ്ശികയായി. ഇതോടെ വീടൊഴിയാൻ ബാങ്ക് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് വിഷ്ണുവിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞു. ജപ്തി ഭീഷണിയെ തുടർന്ന് ഇന്ന് രാവിലെ ബന്ധുവീട്ടിലേക്ക് മാറാനിരിക്കെയാണ് വിഷ്ണു കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്തത്. പണമടയ്ക്കാൻ ബാങ്കിൽ നിന്ന് ഭീഷണിയുണ്ടായിരുന്നതായും കുടുംബാംഗങ്ങൾ ആരോപിച്ചു. ഈ കഴിഞ്ഞ 2 മാസം മുന്നേ അവർ വന്നിട്ട് ഭയങ്കര ഭീഷണിയൊക്കെയായിരുന്നു. ഒരു 5-8 പേര് വന്നിട്ടുണ്ടായിരുന്നു. പോലീസ് വന്നു, ഇവരൊക്കെ വന്നിട്ട് അവര് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. ലാസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരെ ഒരു നമ്പർ കിട്ടിയപ്പോൾ വിളിച്ചപ്പോൾ അവര് പോയത്. അല്ലെങ്കിൽ അവര് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ട് വീടിന്റെ അകത്തി വരെ കയറി. എന്നിട്ട് അന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ തന്നെ മരിച്ചു പോയെന്നെ. എൻ്റെ മോൻ ഇങ്ങനെ മാനസികമായിട്ട് വിഷമായിരുന്നു അവനാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാ. പിന്നെ ഇതിന്റെ ഞാൻ കാല് പിടിച്ച് പറഞ്ഞു, ഇത് നീട്ടി തരാൻ പറഞ്ഞു. അപ്പോഴും അത് സമ്മതിക്കില്ല പറഞ്ഞു. ലോൺ തുകയേക്കാൾ കൂടുതൽ തുക തിരിച്ചടച്ചിരുന്നുവെന്നും കോവിഡ് പ്രതിസന്ധിയാണ് അടവ് മുടക്കിയതെന്നും ബന്ധുക്കൾ പറഞ്ഞു. തൃശൂർ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുള്ള വിഷ്ണുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അമൃത ന്യൂസ്, തൃശൂർ.